ഹായ് എവ്രി വൺ, വെൽക്കം ടു ഗ്രോ മലയാളം. ഇന്ത്യൻ കൾച്ചറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിരുന്നു കമ്മോഡിറ്റി ട്രേഡ്. പക്ഷേ ടെക്നോളജിയൊക്കെ പുരോഗമിച്ചപ്പം ലാർജ് സ്കെയിൽ എക്സ്ചേഞ്ചുകളിൽ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഗോൾഡ്, ക്രൂഡ് ഓയിൽ, മെറ്റൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് കമ്മോഡിറ്റി ട്രേഡിംഗ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിനേക്കാൾ ഒരു ഫിഷ് മാർക്കറ്റ് പോലെയായിരുന്നു ഇത്. അങ്ങനെ 2003 കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇപ്പോൾ 2003 MCX അല്ലെങ്കിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ MCSനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ MCSന്റെ പ്രസന്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് MCSന്റെ പാസ്റ്റ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഇന്ന് ഇൻഡസ്ട്രിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഗ്ലോബൽ അതിൽ ഡൊമസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. അതായത് അവരുടെ ബിസിനസ് മോഡൽ, എങ്ങനെയാണ് MCS പണം ഏൺ ചെയ്യുന്നത്, ഫൗണ്ടറായ ജിഗ്നേഷ് ഷാന്റെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ്. എന്തൊക്കെയാണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ്, പിന്നെ കമ്പനി ഫേസ് ചെയ്യുന്ന ചലഞ്ചസും റിസ്ക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂഷന്റെ ബേസിൽ കമ്പനി എങ്ങനെയാണ്. ലാസ്റ്റിൽ നമ്മൾ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ഔട്ട്ലുക്കും കൂടി തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. 2003 MCSന്റെ പാരന്റ് കമ്പനി ഫൈനാൻഷ്യൽ ടെക്നോളജീസ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് അറിയപ്പെടുന്നത് 63 മൂൺ ടെക്നോളജീസ് എന്നാണ്. ഇപ്പോൾ ബ്രോക്കേഴ്സ് അതുപോലെ ബാക്കിയുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഫൈനാൻഷ്യൽ ടെക്നോളജീസ് അതായത് ഹോൾഡിംഗ് കമ്പനി ട്രേഡിംഗ് സോഫ്റ്റ്വെയർ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫഷൻ വൈസ് ജിഗ്നേഷ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുണ്ട് ഫൈനാൻഷ്യൽ ടെക്നോളജീസ് ട്രേഡ് എക്സ്ചേഞ്ചുകൾ സിംഗപ്പൂർ, ബഹ്റിൻ, ദുബായ്, മൗറീഷ്യസ്, അതുപോലെ ബോട്സ്വാനയിൽ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ ടൈമിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് എല്ലാ എക്സ്ചേഞ്ചുകളും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 2006 ജൂൺ ആയപ്പോഴേക്കും MCS ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആയിട്ട് മാറി. അപ്പോൾ ആ ഒരു സമയത്ത് ഡെയിലി ട്രേഡിംഗ് വോളിയം 6000 കോടിയായിരുന്നു. അങ്ങനെ 2008 ഫൈനാൻഷ്യൽ ടെക്നോളജീസ് വേറൊരു എക്സ്ചേഞ്ചും കൂടി ലോഞ്ച് ചെയ്തു. അതാണ് നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് ലിമിറ്റഡ് അല്ലെങ്കിൽ NSEL. അപ്പോൾ ഇത് ഡെലിവറി ബേസ്ഡ് ട്രേഡിംഗിൽ 52 കമ്മോഡിറ്റികൾ ചെയ്യാം. അതായത് നമ്മൾ ഫിസിക്കലി വാങ്ങുന്ന കമ്മോഡിറ്റീസ് അതുപോലെ വേറെ ആർക്കെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്ന കമ്മോഡിറ്റീസ് കോൺട്രാക്ട് നമ്മൾ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ സ്പെക്കുലേഷന് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് കോൺട്രാക്ട് മാത്രമല്ല. 2012 നമ്മൾ വരുവാണ്. ഇപ്പോൾ 2012 ഇന്ത്യയിലെ ഫസ്റ്റ് പബ്ലിക്കലി ലിസ്റ്റഡ് എക്സ്ചേഞ്ച് ആയിട്ട് MCX മാറി. അപ്പോൾ ഈ ഒരു സമയത്ത് കമ്മോഡിറ്റി ട്രേഡിംഗിൽ 80% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ജസ്റ്റ് ഒരു മാസത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ NSELന്റെ ബുക്സിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതോറിറ്റീസ് കണ്ടു. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ ടെക്നോളജീസിന്റെ സെക്കൻഡ് എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇവിടെ 5600 കോടിയുടെ സ്കാമാണ് പിടികൂടിയതെന്നാണ് വെളിപ്പെടുത്തിയത്. അങ്ങനെ ജിഗ്നേഷ് ഷാനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഹോൾഡിംഗ് ഗ്രൂപ്പിന്റെ കമ്പനിയെ കുറിച്ച് ഇങ്ങനൊരു ന്യൂസ് പുറത്ത് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നാച്ചുറലി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതല്ലേ. അതായത് MCSന്റെ സ്റ്റോക്കിലും ഒരു ഇമ്പാക്ട് എന്തായാലും വരും. പിന്നെ ഒരുപാട് റെയ്ഡുകളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം MCSന് ഗ്രീൻ സിഗ്നൽ കിട്ടി. പിന്നെ കാര്യങ്ങളൊക്കെ നോർമലായി. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി മാറ്റി. പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ ആണ് FMC. അവർ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ജസ്റ്റ് ഈ ഒരു സ്കാമിന്റെ ന്യൂസ് വരും മുമ്പ് ഗവൺമെന്റ് CTT അതായത് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഇമ്പോസ് ചെയ്തു. ഇൻസ്റ്റന്റ്ലി ട്രേഡിംഗ് വോളിയം കുറഞ്ഞു. ഇപ്പോൾ NSEL സ്കാം കാരണം വീണ്ടും വോളിയം ക്രാഷ് ആയി. പക്ഷേ റെഗുലേറ്ററിന്റെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് കാരണം സിറ്റുവേഷൻസ് ഒക്കെ നോർമൽ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഒക്കെ സ്റ്റോക്കിലേക്ക് എൻട്രി എടുത്തു. അങ്ങനെ ഒടുവിൽ 2014 ഓഗസ്റ്റിൽ ഫൈനാൻഷ്യൽ ടെക്നോളജീസ് MCSൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തായി. ഇനി നമുക്ക് ഇൻഡസ്ട്രി ഓവർവ്യൂ നമുക്ക് നോക്കാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഫീസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ എല്ലാ 1 കോടിയുടെ ട്രാൻസാക്ഷനും MCS 260 രൂപ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോളിയം കൂടുവാണെങ്കിൽ ട്രാൻസാക്ഷൻ ഫീസും കൂടും. അപ്പം നിങ്ങൾ ഇത് കേൾക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ വോളറ്റിലിറ്റി കൂടുതലാണെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ട്രേഡിംഗ് വോളിയം കൂടും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ്ചേഞ്ചുകളുടെ വരുമാനം കൂടുമെന്നാണ്. ഇപ്പോൾ എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. അതായത് സെല്ലേഴ്സും ബയേഴ്സും കണ്ടുമുട്ടുന്ന ഒരു പോയിന്റ് പോലെയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് നിങ്ങളിപ്പം ടെക് അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ യൂസർ ബേസ് വളരുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റും കൂടും. അതായത് ഇനിയിപ്പോൾ അഡീഷണൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കായിട്ട് സെപ്പറേറ്റ് ചിലവാക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സെബി കമ്മോഡിറ്റി പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ടൈം ടു ടൈം ഇത് ബന്ധപ്പെട്ട പല സ്റ്റെപ്സ് അവർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ട്രേഡഡ് ഡെറിവേറ്റീവുകളിൽ സ്ഥാനമെടുക്കാൻ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ഹൗസിന് അംഗീകാരം നൽകി. ഇപ്പോൾ കമ്മോഡിറ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് പോലത്തെ പുതിയ പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്തു. ഇപ്പോൾ പബ്ലിക്കിൻ്റെ പണം ഉള്ളതുകൊണ്ട് നിയന്ത്രണം എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് എൻട്രി ബാരിയർ കൂടുതലായിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കോമ്പറ്റീഷൻ ഭീഷണി കുറവുള്ളത്. ഇനി നമുക്ക് കമ്പനീനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MCX എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിംഗ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അവർക്ക് 550 മെമ്പേഴ്സ്, 40,000-ലധികം ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ്, 691 സിറ്റികൾ, അതുപോലെ തന്നെ 1,44,00,000 ക്ലയന്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നമ്പറൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ ലീഡിംഗ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന പേര് അവർക്ക് വന്നതെന്നുള്ളത്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ MCX കമ്മോഡിറ്റി 95.6% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെഗ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ പ്രഷ്യസ് മെറ്റൽസ്, ബേസ് മെറ്റൽസ്, എനർജി ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ മാർക്കറ്റ് ലീഡറാണ് MCX. അപ്പോൾ MCXന്റെ മെജോറിറ്റി റവന്യൂ ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അഗ്രി കമ്മോഡിറ്റീസിൽ MCXന്റെ പൊസിഷൻ അത്ര പ്രാധാന്യമില്ല. ഇപ്പോൾ ടേൺ ഓവർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവർ, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ക്രൂഡ് ഓയിലൊക്കെ ലീഡിംഗ് സ്പോട്ടിലാണ് ഉള്ളത്. അടുത്തത് ആവറേജ് ഡെയിലി ടേൺ ഓവർ അല്ലെങ്കിൽ ADT. അപ്പോൾ ഇതെല്ലാവരും നോക്കുന്ന ഒരു മെട്രിക്കാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയേ, ഈ ഒരു നമ്പർ 2020 ഫൈനാൻഷ്യൽ ഇയറിൽ ഉയർന്ന് ഏകദേശം 32,500 കോടി എത്തി. ഇതിനുശേഷം വർഷം തോറും ഇത് കുറയുന്ന ഒരു ട്രെൻഡിലാണ്. പക്ഷേ MCXന്റെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ പല കമ്മോഡിറ്റീസിൽ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് കൊണ്ടുവന്നാണ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി ഡെറിവേറ്റീവ്സ് ലൈക്ക് സിൽവർ, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോപ്പർ, അതുപോലെ തന്നെ സിങ്കിൽ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഓപ്ഷൻസിന്റെ തകർപ്പൻ വളർച്ചയാണിത്. അപ്പം ഇവിടുന്ന് കാര്യങ്ങളൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. 9 മന്ത് എൻഡിങ് ഫൈനാൻഷ്യൽ 2024 മാത്രം ഓപ്ഷൻ ടേൺ ഓവർ ഫിഗർ 2022 ഫൈനാൻഷ്യലിലെ മൊത്തം ഫിഗറിന്റെ 9 ഇരട്ടിയാണ്. ഇപ്പോൾ 2023 ലോകത്തെ 3rd ലാർജസ്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് MCX മാറി. ഇപ്പോൾ കമ്മോഡിറ്റി ഓപ്ഷൻസ് കോൺട്രാക്ട് ട്രേഡ് ചെയ്ത നമ്പറിന്റെ ബേസിലാണ് ഇത്. ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസിൽ MCXലെ ക്രൂഡ് ഓയിൽ ഓപ്ഷൻസ് വേൾഡ് മോസ്റ്റ് ട്രേഡഡ് ക്രൂഡ് ഓയിൽ ഓപ്ഷൻസ് കോൺട്രാക്ട് ആണ്. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് അതിൽ സിൽവർ ഓപ്ഷൻസ് കോൺട്രാക്ട് ലോകത്തെ 2nd പൊസിഷനിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ MCXൽ കമ്മോഡിറ്റീസിന് ഫിസിക്കൽ ഡെലിവറി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർച്ച് 5 എക്സ്പയർ ആവുന്ന ഒരു ലോട്ട് ഗോൾഡ് മിനി ഫ്യൂച്ചേഴ്സ് ഞാൻ വാങ്ങുവാണെങ്കിൽ എനിക്ക് ആ ഒരു കോൺട്രാക്ട് എമൗണ്ട് അടച്ചതിന് ശേഷം MCXന്റെ വെയർ ഹൗസിൽ ആ ഒരു ഡേറ്റിന് പോയിട്ട് എനിക്ക് ഫിസിക്കൽ ഗോൾഡിന് ഡെലിവറി എടുക്കാം. ഇനി നമുക്ക് സ്റ്റോക്കിന്റെ കുറച്ച് റീസെന്റ് ഡെവലപ്മെന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയിൽ നിന്ന് മാറാൻ നിൽക്കുന്ന MD അതുപോലെ CEO പോസ്റ്റിലേക്ക് കുറച്ച് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് MCX സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിച്ചിരുന്നു. അപ്പം ഇതിനെക്കുറിച്ചൊരു സെബി അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ 2022 കമ്പനി അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം TCSന്റെ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റാൻ പോവാണ്. പക്ഷേ കമ്പനി ഈ ഒരു സമയപരിധി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസിന് ശേഷം ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. MCX had extended his contract with 63 Moon Technologies as a service provider yet again. Now this is the third time they've done an extension, and this time the extension is at a higher cost, substantially higher cost. Now MCX, they're saying that the new platform will go live from the the middle of October with a mock trading session that's scheduled on the 15th. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഫിസിക്കൽ മാർക്കറ്റ് എന്നുള്ള ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ട്രേഡേഴ്സിന് മാത്രമല്ല ഫിസിക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് MCX പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റീജിയണൽ ഡിസ്പാരിറ്റീസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് 1 നാഷൻ 1 പ്രൈസ് എന്ന കോൺസെപ്റ്റ് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രമുഖ ഗോൾഡ് റിഫൈനേഴ്സ് ആയ ടൈറ്റൻ കമ്പനി, ഓക്മെന്റ് എന്റർപ്രൈസസ്, സോവറിൻ മെറ്റൽസ് ഒക്കെ ആയിട്ട് MCXന് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഫിസിക്കൽ ഡെലിവറി മെക്കാനിസത്തിന് കീഴിൽ 2573 കിലോ ഗോൾഡ് സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ബേസ് മെറ്റൽസ് ലൈക്ക് ലെഡ്, അലുമിനിയം, സിങ്ക് ഒക്കെ ആയിട്ടും MCXന് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ശ്രദ്ധാ കേന്ദ്രം. അടുത്ത് IFSC ഗോൾഡ് എക്സ്ചേഞ്ചിന്റെ ലോഞ്ച്. അപ്പോൾ ഈ അടുത്ത് ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഗുജറാത്തിൽ ലോഞ്ച് ചെയ്തു. ഇത് MCXനെ അസോസിയേറ്റഡ് കമ്പനിയാണ് 20% ഷെയർ ഹോൾഡിംഗോടെ. അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ചിൽ ഒരു ദിവസം 22 മണിക്കൂർ ട്രേഡ് നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് റിസ്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സോഫ്റ്റ്വെയർ കോസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ സ്കാമിന് ശേഷം MCXന്റെ കോർപ്പറേറ്റ് ഗവർണൻസ് സ്റ്റാൻഡേർഡ്സിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം MCXന്റെ സോഫ്റ്റ്വെയർ കോസ്റ്റ് പെട്ടെന്ന് കൂടി. ഇപ്പോൾ MCXന്റെ ആദ്യത്തെ സോഫ്റ്റ്വെയർ പ്രൊവൈഡർ 63 മൂൺസ് ടെക്നോളജീസ് ആയിരുന്നു. അപ്പോൾ കമ്പനി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ 2022 കംപ്ലീറ്റ്ലി TCS സോഫ്റ്റ്വെയറിലേക്ക് മാറുമെന്ന്. പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പോൾ കാലതാമസം വരുന്നത് ഗൗരവമായിട്ടൊന്നുമില്ല. എന്നാൽ ഈ ഒരു കരാറ് ഓരോ തവണയും ഉയർന്ന നിരക്കിലാണ് നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2023 ക്വാർട്ടർ 2 21.8 കോടിയുടെ സോഫ്റ്റ്വെയർ ചാർജാണ് കമ്പനി പേ ചെയ്തത്. ഇത് ക്വാർട്ടർ 3 ഫൈനാൻഷ്യൽ 2024 7 ഇരട്ടിയായിട്ട് കൂടി. അപ്പോൾ ഈ ഒരു സെയിം ക്വാർട്ടറിലാണ് TCSന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമതമായത്. അപ്പോൾ സെയിം പ്ലാറ്റ്ഫോം, സെയിം ട്രേഡിംഗ് എക്സ്പീരിയൻസ്, പക്ഷേ സോഫ്റ്റ്വെയർ കോസ്റ്റ് 7 ഇരട്ടി. അപ്പോൾ ഇത് കുറച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കമ്പനിയുടെ ട്രെയിലിംഗ് റവന്യൂ 636 കോടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ക്വാർട്ടറിലും കമ്പനി ഏകദേശം 150 കോടിയോളം സോഫ്റ്റ്വെയർ കോസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ കമ്പനി എത്രയാവും ഏൺ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ കോസ്റ്റ് കുറയുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
പക്ഷേ നമുക്കത് നോക്കാം. ഇനി അടുത്തത് റെഗുലേറ്ററി റിസ്ക് ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ MCSന് ഗവൺമെന്റ് അതുപോലെ റെഗുലേറ്ററിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ കമ്മോഡിറ്റി ട്രേഡിംഗ് ടാക്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ MCSന് അതൊരു ബാഡ് ന്യൂസ് ആയിരിക്കും. ഇനി അമിതമായിട്ടുള്ള സ്പെക്കുലേഷൻ കുറയ്ക്കാനായിട്ട് നോൺ ബസ്മതി പാഡി, വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ് സീഡ്സ്, സോയാബീൻ, ക്രൂഡ് പാം ഓയിൽ, അതുപോലെ മൂങ് തുടങ്ങിയ ഒരുപാട് അഗ്രി കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് സെബി ബാൻ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ ക്ഷേമത്തിനായിട്ടുള്ള ശരിയായ നീക്കമാണിത്. പക്ഷേ MCSന് ബിസിനസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഫൈനാൻഷ്യൽസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസും വാല്യുവേഷനും നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യലിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ 2012 545 കോടിയുടെ റവന്യൂ കാണാം. മാർച്ച് 2015 ആയപ്പോഴേക്കും ഇത് പകുതി താഴെയായി. അപ്പോൾ ഇത് ഗവൺമെൻറ് കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇമ്പോസ് ചെയ്ത സെയിം സമയമായിരുന്നു. അതുപോലെ NSCL സ്കാം മുന്നോട്ടേക്ക് വന്ന സമയമായിരുന്നു. പ്രോഫിറ്റബിലിറ്റി തിരിച്ചു നേടാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് 14 വർഷത്തോളം എടുത്തു. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ കമ്മോഡിറ്റി വിലയിലും വൺ സൈഡഡ് റാലി കണ്ടു. പ്രോഫിറ്റബിലിറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. മാർജിൻ 47% കൂടി. ഇപ്പം നമ്മൾ മുമ്പ് സംസാരിച്ച സെയിം ഓപ്പറേറ്റിംഗ് ലിവറേജ് തീം. പക്ഷേ ഈ അടുത്ത് സോഫ്റ്റ്വെയർ കോസ്റ്റ് കൂടിയത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ക്വാർട്ടറിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു. അപ്പോൾ MCSന്റെ ഇൻകം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ കമ്പനി അവിടെ വരുമാനത്തിന്റെ 81.7% ട്രാൻസാക്ഷൻ ഫീസ് നിന്നാണ് ഏൺ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻകം 11.4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഹെൽത്തി ആണ്. ഡെറ്റ് ഒന്നുമില്ല. 970 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കാണാം. ബാക്കി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 2450 കോടി. MCS ഒരു പ്രൊഫഷണലായി നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിൽ ഒരുപാട് ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് JP Morgan, വാർഡ് ഫെറി, HSBC, കൊട്ടക് മഹേന്ദ്ര ബാങ്ക്, പരാഗ് പരീഖ്, ഫ്രാങ്ക്ലിൻ, നിപ്പോൺ, സുന്ദരമൊക്കെ. ഇനി നമുക്ക് വാല്യുവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടേബിളിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെപ്റ്റംബർ 2023 സ്റ്റോക്ക് അവർ 3 ഇയർ കൺസോൾട്ടേഷൻ ഫേസിന് പുറത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1650 എന്ന സോണിലേക്ക്. അവിടെ നിന്ന് വെറും 5 മാസത്തിനുള്ളിൽ 4000 രൂപയുടെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി. അപ്പോൾ ഇങ്ങനെ കൂടുതലുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. TCS സോഫ്റ്റ്വെയറിലേക്ക് അവർ നടത്തിയ മാറ്റമാണ്. എന്നാലും Q3 ഫൈനാൻഷ്യൽ 2024 ശേഷം സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ നമ്മൾ കാണാൻ തുടങ്ങി. ഇപ്പോൾ 3300 രൂപയുടെ സോണിലായിരുന്നു. അവിടം വരെ പിൻവലിക്കലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാഗ് ഫോർമേഷൻ കാണാം. ഓവറോൾ സ്ട്രക്ചർ അതുപോലെ ട്രെൻഡും പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതായിരുന്നു MCSന്റെ ഡീറ്റെയിൽ അനാലിസിസ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് അത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.